1990-കളിൽ ജപ്പാനിലെ ഹൃദ്രോഗ വിദഗ്ധർ ഒരു പ്രത്യേക അസുഖം കണ്ടെത്തി. അവിടെ വരുന്ന പല രോഗികൾക്കും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഹാർട്ടിന്റെ ആൻജിയോഗ്രാം എടുത്തു നോക്കുമ്പോൾ ഒരു ബ്ലോക്കും കാണുന്നില്ല. മാത്രമല്ല, അതിനേക്കാളും അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രോഗികളുടെ ഹൃദയത്തിന്റെ ഷേപ്പ് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറിയതായിട്ട് കണ്ടു. ഈ രോഗികളുടെ എല്ലാം ഹൃദയം ജപ്പാനിൽ ഒക്ടോപ്പസിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ട്രാപ്പ് ഉണ്ട് കടലിനടിയിൽ. ആ ട്രാപ്പിന്റെ അതേ ഷേപ്പിലേക്ക് മാറിയതായിട്ട് അവർ കണ്ടെത്തി. ഡോക്ടർമാർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതെന്താണ് അസുഖം. പഠനങ്ങൾക്ക് ശേഷം ഈ അവസ്ഥയുടെ ഒരു കാരണം ഡോക്ടർമാർ കണ്ടുപിടിച്ചു. നിങ്ങൾ വിശ്വസിക്കൂ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ അസുഖം ജപ്പാനിൽ മാത്രമാണുള്ളതെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇന്ത്യയിൽ, കേരളത്തിൽ ഒരുപാട് പേർക്ക് ഈ അസുഖം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 4-5 പേർക്ക് ഈ അസുഖം വന്നത് ഞാൻ ചികിത്സിച്ചു മാറ്റി. ഈ അസുഖം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ അസുഖത്തിന്റെ പേരാണ് ടക്കോട്സുബോ കാർഡിയോമയോപ്പതി, അതല്ലെങ്കിൽ സ്ട്രെസ് കാർഡിയോമയോപ്പതി. ഭൂരിപക്ഷം ആളുകൾക്കും ഇത് സംഭവിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും കടുത്ത സ്ട്രെസ് വരുമ്പോഴാണ്. ചെറിയ ടെൻഷൻ അല്ല, വളരെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സ്ട്രെസ് വരുന്ന സമയത്ത്. ഇതിന്റെ ഒരു കാരണം എന്താണ്? നമ്മളെല്ലാവർക്കും സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് ഈ അസുഖം വരുന്ന സമയത്ത് പല രോഗികളുടെയും സ്ട്രെസ് ഹോർമോണിന്റെ അളവ് 5000% കൂടി വരുന്നു. ഈ ഒരു ശതമാനം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് സമയത്ത് കൂടുന്ന സ്ട്രെസ് ഹോർമോണിനേക്കാളും 50 ഇരട്ടിയാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു കാറ് എടുത്തു പൊക്കാൻ അത്രക്ക് ആവശ്യമായ സ്ട്രെസ് ഹോർമോൺ ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ സ്ട്രെസ് ഹോർമോണിന്റെ കൂടുതൽ കാരണം ഹൃദയത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ഹൃദയത്തിന്റെ ഷേപ്പിൽ മാറ്റം സംഭവിക്കും. ഇനി ഈ അസുഖത്തിന് എന്താണ് ചെയ്യുക? ഈ അസുഖം വരുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്കിലെ അതേപോലെയുള്ള മാറ്റങ്ങളാണ് പലപ്പോഴും ECGയിൽ കാണും. ഒരു കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റ് ഹാർട്ട് അറ്റാക്ക് അല്ല സ്ട്രെസ് കാർഡിയോമയോപ്പതി ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളും ഇഞ്ചക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും തീർച്ചയായിട്ടും അസുഖം മാറി രക്ഷപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഹാർട്ടിൽ ഒരു ബ്ലോക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് നീക്കുന്ന ചികിത്സകളൊന്നും ഈ രോഗികൾക്ക് വേണ്ടി വരാറില്ല. മരുന്ന് ചികിത്സ കൊണ്ട് തന്നെ മുഴുവനായിട്ടും ഈ അസുഖം മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഠനങ്ങൾ കാണിക്കുന്നത് ഭയങ്കരമായ സന്തോഷം വരുന്ന സമയത്തും ഇത് സംഭവിക്കാം എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വരുന്നത്, ഭർത്താവ് മരിച്ച സമയത്ത് ഒരു സ്ത്രീ എന്നെ കാണിക്കാൻ വന്നതാണ്. ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഇവർക്ക് ഞാൻ ഈ മുമ്പേ പറഞ്ഞ ടക്കോട്സുബോ കാർഡിയോമയോപ്പതി ആണെന്ന് മനസ്സിലാക്കുകയും അവരെ പൂർണ്ണമായിട്ടും മരുന്നുകളിലൂടെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട്.